Hi everyone, welcome back to my channel economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം ദ LM ഷെഡ്യൂൾ. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ISLM മോഡലാണ്. അതിൽ IS കർവിൻ്റെ ഡെറിവേഷനും പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയവും കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്ത ആളുകൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് വന്നാൽ മതി. നമുക്ക് നോക്കാം എന്താണ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം, എങ്ങനെയാണ് LM കർവിൻ്റെ ഡെറിവേഷൻ. Money market is in equilibrium when the demand for money is equal to the supply of money. അപ്പോൾ പണത്തിൻ്റെ ഡിമാൻഡും പണത്തിൻ്റെ ചോദനവും തുല്യമാകുമ്പോഴാണ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. The LM curve for an economy shows various combinations of the level of income and rate of interest that make the demand for money equal to the supply of money. അപ്പോൾ പണത്തിൻ്റെ ചോദനത്തെയും പണത്തിൻ്റെ പ്രദാനത്തെയും തുല്യമാക്കുന്ന പലിശ നിരക്കിൻ്റെയും വരുമാന നിലവാരത്തിൻ്റെയും വിവിധ കോമ്പിനേഷൻസിനെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ LM കർവ് കാണിക്കുന്നത്. Thus, the term LM is an expression of the equality of demand for money and supply of money, which represents the money market equilibrium. ഇതിൻ്റെ ഡിമാൻഡും പണത്തിൻ്റെ സപ്ലൈയും തമ്മിലുള്ള തുല്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് LM എന്ന ടേം ഉപയോഗിക്കുന്നത്. അത് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ കൂടി പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. In the Keynesian theory, transaction demand for money, including precautionary demand, is a direct function of the level of income alone. ഇപ്പോൾ കെയ്നീഷ്യൻ തിയറി പ്രകാരം പണത്തിൻ്റെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് അതിനകത്ത് ഏത് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്? പ്രിക്കോഷണറി ഡിമാൻഡ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത് വരുമാനത്തിൻ്റെ മാത്രം ഡയറക്റ്റ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് MT ഈസ് ഈക്വൽ ടു MT ഓഫ് Y. അതിൻ്റെ ഫംഗ്ഷനായിട്ട് കൊടുത്തിരിക്കുകയാണ് MT സമം MT ഓഫ് Y എന്നാണ് ആ ഒരു ഫംഗ്ഷൻ എഴുതേണ്ടത്. Then speculative demand for money is an inverse function of the rate of interest alone. ഇനി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്തിൻ്റെ ഫംഗ്ഷൻ ആണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഫംഗ്ഷൻ ആണ്. പക്ഷെ അതൊരു ഇൻവേഴ്സ് റിലേഷൻ ആയിട്ടാണ് പറയുന്നത്. Thus MSP ഈസ് ഈക്വൽ ടു F ഓഫ് R. നമുക്ക് പണത്തിൻ്റെ ടോട്ടൽ ഡിമാൻഡിനെ താഴെ പറയുന്ന സമവാക്യത്തിൽ എഴുതാം. MD ഈസ് ഈക്വൽ ടു MT പ്ലസ് MSP. MT എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നാണ്. MSP എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇനി അതിനെ ഫംഗ്ഷണൽ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ F ഓഫ് Y R എന്ന് എഴുതാം. Y ഇൻകത്തിനെയും R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും സൂചിപ്പിക്കുന്നു. The supply of money is an exogenously determined variable. അപ്പോൾ ഇനി ഇവിടെ പറയുന്ന പണത്തിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് എക്സോജനസ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. അതായത് ആ ഒരു ഫാക്ടർ നിർണ്ണയിക്കുന്നത് ആരാണ്? അത് RBI ആണ് നിർണ്ണയിക്കുന്നത്. അതിൽ മറ്റു ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇടപെടുന്നില്ല. രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്ക്, ഇപ്പോൾ ഇന്ത്യയുടെ ആണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് മണി സപ്ലൈ എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എക്സോജനസ് വേരിയബിൾ എന്ന് പറയുന്നത്. The supply of money function is represented as MS equal to MA. അപ്പോൾ മണി സപ്ലൈയുടെ ഫംഗ്ഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇക്വേഷൻ എന്തായിരുന്നു? MS ഈക്വൽ ടു MA. ഇവിടെ MS എന്ന് പറയുന്നത് മണി സപ്ലൈ ആണ്. MA എന്ന് പറയുന്നത് മണി സപ്ലൈ ഓട്ടോണമസ് ആയി നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അതൊരു എക്സോജനസ് വേരിയബിൾ ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് MA എന്ന ടേം ഉപയോഗിക്കുന്നത്. The three equations used to show the money market equilibrium could be stated as follows. അപ്പോൾ ഇനി മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ കാണിക്കുന്ന 3 സമവാക്യങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി MD ഈസ് ഈക്വൽ ടു F ഓഫ് Y പ്ലസ് F ഓഫ് R. സപ്ലൈ ഓഫ് മണി MS ഈക്വൽ ടു MA. ദെൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ MD ഈസ് ഈക്വൽ ടു MS. MD എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണിയാണ്. MS എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് മണിയാണ്. ഇനി നമുക്ക് LM കർവിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ഡെറിവേഷൻ ഓഫ് LM ഷെഡ്യൂൾ. IS കർവിൻ്റെ ഡെറിവേഷൻ വരച്ചതുപോലെ തന്നെയാണ് LM കർവിൻ്റെ ഡെറിവേഷനും വരയ്ക്കേണ്ടത്. 4 ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്. A പാർട്ട്, B പാർട്ട്, C പാർട്ട്, D പാർട്ട്. അതിൽ D പാർട്ടിലാണ് LM കർവിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ നമ്മളിവിടെ ആദ്യം വരയ്ക്കുന്നത് C പാർട്ടിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് അല്ലെങ്കിൽ Y ആക്സിസ് ആണ്. അതിനുശേഷം D പാർട്ടിൻ്റെ Y ആക്സിസും കൂടി വരയ്ക്കാം. ഇനി വരയ്ക്കുന്നത് C പാർട്ടിൻ്റെ X ആക്സിസ് ആണ്. അതിനുശേഷം D പാർട്ടിൻ്റെ X ആക്സിസ് കൂടി നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് B പാർട്ടിൻ്റെ X ആക്സിസ് ആണ്. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, C പാർട്ടിൻ്റെ X ആക്സിസ് വരച്ചിരിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് B പാർട്ടിൻ്റെ X ആക്സിസ് വരയ്ക്കേണ്ടത്.
ഇനി വരയ്ക്കുന്നത് പാർട്ട് ബിയുടെ വെർട്ടിക്കൽ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ് ആണ്. ആ വൈ ആക്സിസിന് അനുസരിച്ച് തന്നെ പാർട്ട് എയുടെ വൈ ആക്സിസും കൂടി വരയ്ക്കാം. അതിനുശേഷം പാർട്ട് ഡിയുടെ എക്സ് ആക്സിസിനനുസരിച്ച് പാർട്ട് എയുടെ എക്സ് ആക്സിസ് കൂടി വരയ്ക്കാം. ഇനി ഇതിന് 4 ഭാഗമാണ് വരുന്നത്. ആ ഭാഗം മാർക്ക് ചെയ്യാം. എ പാർട്ട്, തൊട്ട് മുകളിൽ ബി പാർട്ട്, അതിൻ്റെ സൈഡിലായിട്ടാണ് സി പാർട്ട് വരുന്നത്, ഏറ്റവും താഴെ വരുന്നതാണ് ഡി പാർട്ട്. ഇനി നമുക്ക് ഓരോ പാർട്ടിൽ നിന്നുമുള്ള ഡെറിവേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ഗ്രാഫ് വരച്ചു തുടങ്ങുന്നത് പാർട്ട് എയിൽ നിന്നാണ്. പാർട്ട് എയിൽ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യേണ്ടത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡാണ്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കാണിക്കാൻ വേണ്ടി നമുക്കിവിടെ തൽക്കാലം RI എന്ന് കൊടുക്കാം. പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബന്ധത്തിനെ കാണിക്കുന്ന ഒരു നെഗറ്റീവ് സ്ലോപ്പോട് കൂടിയ കർവാണ് വരയ്ക്കുന്നത്. ആ കർവിന് MSP എന്ന് പേര് കൊടുക്കാം. MSP മീൻസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇപ്പോൾ നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബന്ധം വിപരീതമാണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണ്. നമുക്ക് ജസ്റ്റ് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴത്തേക്ക് സ്പെക്കുലേറ്റീവ് ഡിമാൻഡിലേക്ക് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ MS1 എന്ന് പേര് കൊടുക്കുക. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ MS1 ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് R1 എന്ന് നോട്ട് ചെയ്യാം. ഇനി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് അടുത്ത പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടെ MS എന്ന് കൊടുക്കുന്നു. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് MS ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R ആയിരിക്കും. അതായത് ഇവിടെ ഇൻവേഴ്സ് റിലേഷനാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കുറവായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇനി വരയ്ക്കുന്നത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയുടെയും എക്സ് ആക്സിസിൽ വരുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് തന്നെയാണ്. വൈ ആക്സിസിൽ വരുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡാണ്. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ ഡിമാൻഡും സ്പെക്കുലേറ്റീവ് ഡിമാൻഡും തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതും ഒരു നെഗറ്റീവ് റിലേഷനായിട്ടാണ് വരുന്നത്. നെഗറ്റീവ് സ്ലോപ്പോട് കൂടിയ കർവ് തന്നെയാണ് ഇവിടെയും വരയ്ക്കേണ്ടത്. ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ആവാനുള്ള കാരണം ഇൻകത്തിനെയാണ് 3ആക്കി തിരിച്ചിരിക്കുന്നത്. ട്രാൻസാക്ഷൻ ഡിമാൻഡ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, അതുപോലെ പ്രിക്കോഷണറി ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടി കൂടുതൽ പണം ഉപയോഗിക്കുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഉപയോഗിക്കുന്ന പണം കുറയും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എ പാർട്ടിൽ നിന്നുള്ള സ്പെക്കുലേറ്റീവ് ഡിമാൻഡിനെ തന്നെയാണ് ബി പാർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന MS1 എന്നുള്ളത് മുകളിലേക്ക് MS1 മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ വൈ ആക്സിസിലേക്ക് ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ മാർക്ക് ചെയ്തിട്ട് അവിടെ അതിന് MT1 എന്ന് പേര് കൊടുക്കുക. MT1. അതുപോലെ അടുത്ത സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് MS ആണ്. ആ MSനെ എ പാർട്ടിൽ നിന്ന് ബി പാർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. അതിനവിടെ പേര് MS എന്ന് തന്നെ കൊടുക്കുക. അതിനുശേഷം അതിനെ വൈ ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ഡിമാൻഡ് മാർക്ക് ചെയ്യുക. ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MT എന്ന് തന്നെ നൽകാം. ഇനി വരയ്ക്കുന്നത് പാർട്ട് സി ആണ്. പാർട്ട് സിയുടെ എക്സ് ആക്സിസിൽ ഇൻകം എന്നും വൈ ആക്സിസിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്നും കൊടുക്കാം. TD എന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഷോർട്ട് ഫോമിൽ എഴുതിയതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്ലോപ്പായിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ പോസിറ്റീവ് സ്ലോപ്പ് ആവാനുള്ള കാരണം എന്താണ്? ഇൻകവും ട്രാൻസാക്ഷൻ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എപ്പോഴും പോസിറ്റീവാണ്. അതായത് ഇൻകം കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കുകയുള്ളൂ. ഇൻകം കുറയുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയുള്ള പണവും കുറയുന്നു. അപ്പോൾ നമ്മൾ ബി പാർട്ടിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ തന്നെയാണ് സി പാർട്ടിലേക്ക് വരയ്ക്കുന്നത്. അവിടെ ആദ്യം MT1 എന്ന് കൊടുത്തു. MT1 ട്രാൻസാക്ഷൻ ഡിമാൻഡ് ആകുന്ന സമയത്ത് വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് Y1 ആണ്. അതുപോലെ പാർട്ട് ബിയിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് MT എന്നുള്ളത് പാർട്ട് സിയുടെ വൈ ആക്സിസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ MT എന്ന് തന്നെ പേരെഴുതാം. പിന്നെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് MT ആണെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് Y ആയിരിക്കും. ആ ഇൻകത്തിനെ കൂടി താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇനി പാർട്ട് ഡിയിൽ LM കർവിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പാർട്ട് സിയിലെ കോമ്പിനേഷൻസും അതുപോലെ പാർട്ട് എയിലെ കോമ്പിനേഷൻസുമാണ്. അപ്പോൾ പാർട്ട് സിയിൽ നിന്ന് ഇൻകം Y എന്നതിനെ താഴോട്ട് ഡി പാർട്ടിൻ്റെ എക്സ് ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അവിടെ ഇൻകത്തിന് Y എന്ന് തന്നെ പേര് കൊടുക്കുക. അതേപോലെ പാർട്ട് എയിൽ നിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്നതിനെ Y ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അവിടെ നമുക്ക് R എന്ന് പേര് കൊടുക്കാം. ഇനി ഇതേപോലെ അടുത്ത വരുമാനമായിട്ടുള്ള Y1നെയും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം.
ഇനി അതുപോലെ പാർട്ട് എയിൽ നിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 എന്നത് പാർട്ട് ഡിയുടെ വൈ ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അതിനും അവിടെ R1 എന്ന് തന്നെ പേര് കൊടുക്കുക. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇൻകത്തിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും 2 കോമ്പിനേഷൻസ് കിട്ടും. ഒന്നാമത്തത് ആറും വൈയും ചേർന്നത്, രണ്ടാമത്തത് R1ഉം Y1ഉം ചേർന്നത്. അപ്പോൾ ഈ 2 കോമ്പിനേഷൻസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പണത്തിൻ്റെ ഡിമാൻഡും സപ്ലൈയും തുല്യമായിരിക്കും. അപ്പോൾ ഈ തുല്യമായ പോയിൻറ്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു അപ്വേർഡ് സ്ലോപ്പിങ്ങിനായിട്ടുള്ള കർവ് ലഭിക്കും. ആ കർവിനെയാണ് LM കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് LM കർവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് കൂടി പഠിക്കാം. LM curve consists of equilibrium combinations of income and their interest rate for the money market. അപ്പോൾ മണി മാർക്കറ്റിൽ ഇൻകത്തിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഇക്വിലിബ്രിയം കോമ്പിനേഷൻസിനെയാണ് LM കർവിൽ സൂചിപ്പിക്കുന്നത്. Thus the money market is in equilibrium at any combination of income and rate of interest on the LM curve. അപ്പോൾ LM കർവിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഇൻകത്തിൻ്റെയും ഏതൊരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കും, അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ ആയിരിക്കും. Any combination of income and rate of interest of the LM curve, the money market is not in equilibrium. ഇനി ആ ഒരു LM കർവിന് താഴെയോ മുകളിലോ വരുന്ന ഏതൊരു കോമ്പിനേഷൻ ആണെങ്കിലും, ഇൻകത്തിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ മണി മാർക്കറ്റ് ഡിസെക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഇൻകം വിൽ അഡ്ജസ്റ്റ് അണ്ടിൽ ദ മണി മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഇങ്ങനെ ഡിസെക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ മണി മാർക്കറ്റിന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് വരെ ഇൻകത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. The LM curve has a positive slope indicating that at higher levels of income the amount of money demanded is greater, and with a constant money supply the interest rate must be higher to maintain equilibrium in the money market. ഇനി ഇവിടെ നമുക്കറിയാം LM കർവിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരുന്നു, പോസിറ്റീവ് സ്ലോപ്പ് ആയിരുന്നു. LM കർവിൻ്റെ പോസിറ്റീവ് സ്ലോപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലെവൽ ഓഫ് ഇൻകം വളരെ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന പണത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ നമുക്കറിയാം മണി സപ്ലൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കാരണം അത് RBI നിശ്ചയിക്കുന്ന ഒരു എക്സോജനസ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മണി മാർക്കറ്റിൽ ഇക്വിലിബ്രിയം നിലനിർത്തണമെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ ഇതാണ് LM കർവിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.